സാർ കഴിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ചെറിയ ഡ്രിങ്ക് ഫിക്സ് ചെയ്തിട്ട് ഇവന്റെ കഥ കേട്ടാലോ? അപ്പൊ പേളിയുടെ മാപ്പ് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. പേളി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വേണ്ട, എനിക്ക് നിങ്ങളുടെ ഉപദേശം ഒന്നും കേൾക്കണ്ട. ഞാൻ പറയാൻ പോവാ, കേൾക്കാമെങ്കിൽ ചെവി പൊത്തി പിടിച്ചോ. Everyone, welcome to Pearly Mani's YouTube channel. ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. I don't think ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് that I do this video. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. എൻ്റെ വാക്കുകളുകൊണ്ടും എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. സീരിയസ്ലി, ജനങ്ങളാണ് പേളി മണി ഇത്രയും നാൾ ഇവിടം വരെ എത്തിച്ചത്. അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പേളിക്ക് അറിയാം. പക്ഷേ ചോദ്യം ചോദിക്കുന്ന, മാന്യമായി സംസാരിക്കുന്ന, മാന്യമായി വിമർശിക്കുന്ന ആളുകളെ എന്തിനും ബ്ലോക്ക് ചെയ്തു. ഞാനോ? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പേളി മാണിയെ ബ്ലോക്ക് ചെയ്തു ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ? പേളി മണി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്താ ഉറക്കം വരുന്നു. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ലിസ്റ്റ് ഉള്ള ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേളി മണിയുടെ അക്കൗണ്ടിലായിരിക്കും. വർഷങ്ങളോളം ഫോളോ ചെയ്യുന്ന ആളുകളെ വരെ ഇവര് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. എത്ര ആളുകളാണ് വീഡിയോ ആയിട്ട് വന്നത്? 8 കൊല്ലമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെയൊക്കെ വരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. 2 days ago ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്റെ ഭാരതി പ്രത്യേകം പറഞ്ഞതാ, കണ്ടകശിന് നേരത്തെ ഈ വക ഒരു പരിപാടിക്കും പോരുതെന്ന്. കേട്ടില്ല. ഏതരണം കെട്ട നേരത്താണാവോ ദൈവം. Safe. If your life is in danger, go back home. No cause is worth losing your life over. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചത്? ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം നോബഡി. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട സാറേ, ഞാൻ എന്ത് വേണേ ചെയ്യാം. ഇതിൽ നിന്ന് ഊരിത്താ.